റാബിറ്റ് ഫാം സ്കൂൾ എല്ലാ മെമ്പർമാർക്കും നമസ്കാരം. നാസിസ് യൂണിവേഴ്സിറ്റി. ഞാൻ സാറിൻ്റെ അടുത്ത് മുയൽക്കുട്ടികളായിട്ട് വന്നതാണ്. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ മുയൽക്കുട്ടികളെ കൊണ്ടുവന്ന് കൊടുത്ത് പോയിട്ട്. ആ 2 മാസം കഴിയുമ്പോൾ മുയൽക്കുട്ടികളെ കൊണ്ടു കൊടുക്കണം. 7 വർഷമായിട്ട് ഞാൻ തുടങ്ങിയിട്ട് 7ാമത്തെ വർഷമാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞാൽ 7 വർഷം പൂർത്തിയാവും. പിന്നെ മുയൽക്കുട്ടികൾ എത്ര ഉണ്ടെങ്കിലും സാറിനെ വിളിക്കുമ്പോൾ സാറ് കൊണ്ടുവരാൻ പറയും. കൊണ്ടു കൊടുത്തിട്ട് ആ കുട്ടികളെ കൊണ്ടുവന്നിട്ടാണ്. പിന്നെ അന്ന് കുറച്ച് ചെറിയ കുട്ടികളായിരുന്നു. ഇപ്പോൾ കുറച്ച് ഇതേപോലെ കുട്ടികൾ ഇനി അവിടെ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഉണ്ട്. ഒരു മാസം കഴിയുമ്പോഴേക്കും കൊണ്ടുവരാനായിട്ട് ഉള്ള കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ മുയൽ വളർത്തൽ സുഖമുള്ള പരിപാടിയാണ്. എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഒരു 7 വർഷമൊക്കെ ആയപ്പോൾ നല്ല സുഖമായിട്ടാണ് തോന്നുന്നത്. നാളത്തേക്കുള്ള പുല്ലും കൂടി ഇന്നിപ്പം ഇന്നലെ എടുത്ത് വെച്ചിന്. അപ്പോൾ പിന്നെ ആ കാര്യത്തിലും ബുദ്ധിമുട്ടില്ല. പിന്നെന്താ പറയുക, നമ്മൾ മുയലും കുട്ടികൾ അവിടെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് മുയലുണ്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് വിളിച്ചാൽ ഇപ്പോൾ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുക. സ്വർണ്ണം വരയിൽ വെക്കുന്ന കാര്യമാണ്. മുയലും കുട്ടികളുണ്ടെങ്കിൽ അതേപോലെ പൈസ ആക്കിയാണ്ട് അപ്പോൾ തന്നെ വയ്ക്കുക, കൊണ്ടുവന്ന് കൊടുക്കുക, പോവുക. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് മുയലെടുത്താൽ വളർത്തിയാൽ നമുക്ക് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഒത്തിരി പണി എന്ന് പറഞ്ഞാൽ കുറച്ച് പുൽകൃഷി എനിക്കിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഒക്കെ നടക്കുന്നത് കാര്യങ്ങൾ. എനിക്കിതിനിപ്പോൾ ഒരുപാട് പണിയൊന്നും 1 മണിക്കൂറോ 2 മണിക്കൂറോ പണിയെടുത്താൽ അത് കഴിഞ്ഞു. ഇപ്പോൾ പുൽകൃഷി കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ആവശ്യത്തിന് 20 ദിവസം കഴിയുമ്പോഴേക്ക് വെട്ടാം. ഒരു പ്രാവശ്യം വെട്ടി 20 ദിവസം ആകുമ്പോഴേക്ക് വീണ്ടും വെട്ടാനാവും. അതിനൊക്കെ നോക്കണം. പിന്നെ കോഴിക്കളൊക്കെ കയറി പുല്ല് നശിപ്പിച്ച് കഴിഞ്ഞാൽ പുല്ലുകൾ ഉണ്ടാവില്ല വെട്ടിക്കൊടുക്കണം. 20 ദിവസം ആകുമ്പോഴേക്ക് CO3 വളർത്തിയാൽ ഇപ്പോൾ ഇവിടുന്ന് പഠിപ്പിച്ച് തന്നതിനാണ്, അതിനനുസരിച്ച് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ തുടങ്ങി വിടുമ്പോൾ തന്നെ എല്ലാം കൂടി ഇതാക്കാൻ വിചാരിക്കാൻ പറ്റില്ല. കുറേ ബുദ്ധിമുട്ട് തുടങ്ങിയ സമയത്തൊക്കെ നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഒന്നും ഒരു പ്രയാസമില്ല. ഇപ്പോൾ 2 ദിവസത്തിന് വേണമെങ്കിൽ പുല്ല് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ 3 ദിവസത്തിന് വേണമെങ്കിലും പോണോട്ടിന് പുല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറഞ്ഞവിടെ വെച്ചാൽ അങ്ങനെ 3 ദിവസം ഉപയോഗിക്കാം. അപ്പം എന്താ നമുക്ക് പണിയില്ല, കുറഞ്ഞ് പണിയുള്ളൂ. പിന്നെ അപ്പോൾ സാധനം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്നിട്ടുള്ള വീട്ടിലുണ്ടെങ്കിൽ ഒരു 10 25 50 ഉണ്ടെങ്കിൽ അപ്പം സാറിന് വിളിച്ചാൽ ഇവിടെ എത്ര ഉണ്ടെങ്കിലും സാർ എടുക്കില്ല. ഇറച്ചിൻ്റെ ആവശ്യത്തിനുള്ളതുകൊണ്ട് പിന്നെ എന്താ പറയുക, അതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത്. കാരണം നമ്മൾ മുയൽ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പം ഇങ്ങോട്ട് വിളിച്ചാൽ സാറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക, തൂക്കി കൊടുക്കുക, പൈസ വാങ്ങുക, പോവുക. അത്രയേ ഉള്ളൂ പരിപാടി. ഭംഗിയായിട്ട് നോക്കണം. മരക്കുട്ടികൾ വളരണമെങ്കിൽ ഒത്തിരി പണിയുണ്ട്. മുയൽ വളർത്താൻ കുറച്ച് പെട്ടെന്ന് കുറച്ച് കൂട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാതെ വെക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ട് പിന്നെ നമ്മളൊന്ന് പഠിക്കാണ്ട് നമ്മളെ ചെയ്ത് പഠിക്കുമ്പോഴേ പഠിക്കുള്ളൂ. അല്ലാതെ നമ്മളൊരു യൂണിറ്റിന് ശരാശരി ഇത്ര കുട്ടികളുണ്ടാവും, 2 യൂണിറ്റിന് ഇത്ര ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇവിടുന്ന് കണക്ക് കൂട്ടി കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിക്കാണ്ട് മുയൽ വളർത്തിയാൽ മുയൽ കൊണ്ടുവന്ന് എടുക്കാനുണ്ടാവില്ല. തിന്നാൻ കൊടുത്ത് നോക്കണം. അങ്ങനെയൊക്കെ എന്തൊക്കെ കൊടുത്താലാണ് മുയൽ കുട്ടികൾ വളരുക, കൊണ്ടുവന്ന് വിൽക്കാനുണ്ടാവുക എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ 10 യൂണിറ്റ് ആക്കിയതുകൊണ്ട് കാര്യമില്ല. പണിയെടുക്കണം, പുല്ലെറിഞ്ഞിട്ട് കൊടുക്കണം, വേണ്ടതൊക്കെ അവർക്ക് ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. എന്നാലും മുയൽ കുട്ടികളെ കൊണ്ടുവന്ന് വിൽക്കാനും ഉണ്ടാവുള്ളൂ. അതും കൂടി ശ്രദ്ധിക്കണം. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിക്കാണ്ട് ലാഭം കണക്കൂട്ടിയാണ്ട് 1 യൂണിറ്റിന് എത്ര 2 യൂണിറ്റിന് ഇത്ര അറിഞ്ഞ് കൂട്ടിയാൽ യൂണിറ്റ് കൊണ്ട് കാര്യമില്ല. വളർത്തിയിട്ടൊരു ഒന്ന് ഇതാവാണ്ട് എന്നിട്ട് വേണം ചെയ്യാൻ. എന്നാലേ കൊണ്ടുപോയി കൊടുക്കാൻ സാധനം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ മുയലിൻ്റെ ഇത് തന്നെ കാണലുള്ളൂ. എല്ലാ സ്ഥലത്തും മുയൽ വളർത്തലും ആർത്തി പിടിച്ച് ഭയങ്കരം ഇങ്ങനെയൊക്കെ വന്നിട്ട് വളർത്തി അങ്ങനെയൊന്നും ആയില്ലെങ്കിൽ വളർത്തി ഉണ്ടാക്കാൻ കഴിയില്ല. ആർത്തി തീരെ ശരിയാവില്ല. ആർത്തി കുറയുമ്പോഴേ ഇത് സംഗതി ഉണ്ടാവില്ല. ഇപ്പം മുയൽ ഇണ ചേർത്ത് മുയലുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ മുഴുവൻ പ്രസവിച്ചോളണമെന്നൊന്നുമില്ല. അതിനായിട്ട് ടെൻഷൻ അടിക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത് കുറച്ച് പ്രസവിച്ചില്ലെങ്കിൽ പിന്നെ അന്നേരം തന്നെ ഇതാക്കുമ്പോൾ ശരിയാവും. അപ്പോൾ എല്ലാം കൂടി കണക്ക് കൂട്ടിയാണ്ട് അത് പ്രസവിക്കണില്ല, അതാക്കണില്ല. ഒരു പ്രാവശ്യം പ്രസവിക്കുക, കുറച്ച് കഴിഞ്ഞ് പിറ്റത്തെ പ്രാവശ്യം ഏതായാലും പ്രസവിക്കും. അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആർത്തി പിടിച്ച് കുറേ ആൾക്കാർ യൂട്യൂബ് പറഞ്ഞാൽ തന്നെയാണ് ഇപ്പോൾ ആരും കാണാനില്ല. അപ്പോൾ അതിനായിട്ട് മട്ടം പോലെ ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിട്ട് നേരായ മട്ടത്തിൽ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കിട്ടും. നമ്മളിവിടുന്ന് കുറച്ചൊക്കെ കൊണ്ടുപോയി അവിടെ കുറച്ച് വെക്കും, പിന്നെ ഇവിടെ കൊണ്ടു കൊടുക്കാനുണ്ടാവില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയി പിന്നെ തുമ്പിക്കാതായി പോയി. ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കാലം മുന്നേ ഒന്നും കാണാനില്ല. അപ്പോൾ യൂട്യൂബിൽ അങ്ങനത്തെ സംഭവമൊന്നും കാണില്ല. ആശാനെന്ന് മാത്രമേ ഇവിടെ നിലയ്ക്കുന്നുള്ളൂ.